ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഞാനിപ്പോൾ ഒരു വെക്കേഷനൊക്കെ ആയിട്ട് ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോയത്. അപ്പോൾ വളരെ നമുക്ക് അടുത്തുള്ള, ഇപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 2 മണിക്കൂറൊക്കെ അത്രയും ഇതുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ പോയ സ്ഥലം എന്തൊക്കെയാണെന്നും ആ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ കണ്ടെയ്നർ റോട്ടിൽ കൂടി പോവുകയാണ്. അപ്പോൾ കണ്ടെയ്നർ റോട്ടിൽ കൂടി പോകുന്നത് ആ ഒരു സമയത്തെന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ എവിടെ പോകണമെന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഐഡിയ ഒന്നുമില്ല. കാരണം ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്നാലും ഇല്ലിത്തോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറയും. അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പോൾ അങ്ങനെ പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകളാണ്. നമ്മുടെ ഇത് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ റോട്ടിലൂടെയാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു സ്ഥലം നിങ്ങൾ മിക്കവർക്കും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ മുളവുകാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആ ഒരു കണ്ടെയ്നർ റോട്ടിലൂടെയുള്ള യാത്രയാണിപ്പോൾ. കണ്ടെയ്നർ റോട്ടിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ആ ഒരു ഭംഗി നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ റീൽസൊക്കെ എടുക്കാറുണ്ട്, വീഡിയോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊതുവേ നമ്മൾ ട്രാവലിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അതുപോലെ നല്ല രീതിയിൽ നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ പല സ്ഥലം നമ്മുടെ തൊട്ടടുത്ത് നല്ല സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ എന്നാൽ പോലും നമ്മൾ അവിടെ ഒന്നും പോവാതെ ഒരുപാട് ദൂരേക്കൊക്കെ പോവാറുണ്ട്. പലരും അങ്ങനെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അത് നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോയി നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളുടെ യാത്രയെ സ്നേഹിക്കുന്നവർക്കൊക്കെ, ഒരുപാട് യാത്ര പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു കാഴ്ചകളല്ലേ, നമ്മൾ പോകുമ്പോഴുള്ള ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാനൊക്കെ സാധിക്കും. അപ്പം ഞാൻ പോയ ഒരു വഴിയിലൂടെയൊക്കെയുള്ള ഒരു കുറച്ച് കാഴ്ചകളൊക്കെ പരമാവധി ഞാനെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അധികം നേരമൊന്നും നിന്നിട്ടില്ല അവിടെ ആ ഒരു സ്ഥലത്തെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ആലുവ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആലുവയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എറണാകുളം ജില്ലയിൽ ആലുവ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം. അപ്പോൾ ആലുവയിലോട്ടാണ് നമ്മളിപ്പോൾ ആലുവ ബ്രിഡ്ജിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആലുവ ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ കൂടുതലും എല്ലാവർക്കും ഈ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ പോണ വഴി ഒക്കെ കാണാനും, ഇപ്പോൾ ഈ ഒരു എറണാകുളം ജില്ലയിലല്ലാത്തവർക്കൊക്കെ ഈ ഒരു കാഴ്ചകൾ ഇപ്പോൾ എറണാകുളത്തുള്ള ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലേ. അപ്പോൾ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. അപ്പം അവർക്കൊക്കെ ഈ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ നെടുമ്പാശ്ശേരി ആയിട്ടുണ്ട് കേട്ടോ. കൊച്ചി വിമാനത്താവളമില്ലേ,
അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ രസമാണ്, വളരെ ഭംഗിയാണ്. നല്ല രീതിയിൽ നമ്മുടെ ചെടികളും നല്ല അടിപ്പൻ ചെടികളൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡ് ഭാഗത്താണെങ്കിൽ ആ എയർപോർട്ടിൻ്റെ ആ ഒരു വശത്തൊക്കെ നല്ല രസമായിട്ട് ആ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സൈഡ് യാത്ര നമുക്ക് സീറ്റിൻ്റെ സൈഡിലിരുന്ന് പോകുമ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകൾ കാണാൻ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ നന്നായിട്ട് തന്നെ ആ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഇതിൻ്റെ സൈഡിൽ തന്നെ സോളാറൊക്കെ സോളാർ പ്രവർത്തിക്കുന്ന ആ ഒരു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു എയർപോർട്ടിൻ്റെ പ്രത്യേകത, ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എയർപോർട്ടാണ്, ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്. കാലടി മലയാറ്റൂർ റൂട്ടിലുള്ള വിശുദ്ധ തോമസ് ലീഹയുടെ ചർച്ചായ നമ്മുടെ മലയാറ്റൂർ താഴത്തെ പള്ളി എന്ന് പറയുന്ന സെൻറ്റ് തോമസ് ചർച്ചാണ്. ആ ഒരു വശത്തൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ മലയാറ്റൂർ ആ ഭാഗത്തൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഈ ഒരു പള്ളി നിങ്ങൾ കണ്ടോ. അപ്പോൾ ഈ ഒരു പള്ളിയുടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ വളരെ ആ ഒരു തോമസ് ലീഹയുടെ വിശുദ്ധ തോമസ് ലീഹയുടെ പള്ളിയാണിത്. അപ്പം ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ മലയാറ്റൂർ മല കയറും, അല്ലെങ്കിൽ ആറാട്ടുകടവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ നിങ്ങൾ കാണുമ്പോൾ കാണാം നല്ല വലിയൊരു മല. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു മലയാറ്റൂർ പള്ളി അവിടെയാണുള്ളത് കേട്ടോ.
അപ്പം ആ ഒരു നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും, ആ മല ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. പ്രത്യേകിച്ച് ആ ഒരു വൈകുന്നേര സമയത്ത് ആ ലൈറ്റും ആ ഒരു മലയിൽ അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല രസമാണ് വ്യൂ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദേ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നത് മെയിനായിട്ട് ഇല്ലിത്തോട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വിചാരിച്ചു ഇവിടുത്തെ ഒരു പുഴ പുഴ പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്ലേസിനെ കുറിച്ച് കറക്റ്റ് എനിക്ക് പറയാനറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമിക്കണം. കാരണം ചിലപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇതെന്താണ് ഇയാൾ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് ഈ ഒരു കറക്റ്റ് പ്ലേസ് പറയാനറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം നല്ല രസമാണ് ആ മലയൊക്കെ കാണാനായിട്ട്. പ്രത്യേകിച്ച് ഇന്ന് പള്ളിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആ ഒരു വൈകുന്നേര സമയം സന്ധ്യയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല, അതുകൊണ്ട് കയറിയില്ല കേട്ടോ. അപ്പോൾ അപ്പം നമ്മൾ ഈ ഒരു വ്യൂ സൺസെറ്റൊക്കെ ആസ്വദിക്കാം നമുക്ക് ഈ ഒരു കൂടി പോയപ്പോൾ. ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റും കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ട് എൻജോയ് ചെയ്തു ഞാൻ ഈ ഒരു യാത്ര. ഒരു ചെറിയൊരു യാത്രയാണെങ്കിൽ പോലും നമുക്ക് വളരെ നല്ല ഭംഗിയാണ്. ഒരു പ്രകൃതി രമണീയത എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പും നല്ല തടാകം പുഴ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നെ ഇവിടെ ബോട്ടിങ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ തൊട്ട് അടുത്തൊക്കെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ വരുമ്പോൾ വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ദൂരെ പോയിട്ടാണ് നമ്മൾ മൂന്നാറും അവിടെ ഇവിടെയൊക്കെ നമ്മൾ പോകാറുണ്ടല്ലേ, അല്ലെങ്കിൽ വേറെ പല പല സ്ഥലങ്ങളിൽ നമ്മൾ പോകാറുണ്ട്. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ കൊച്ചിയിൽ തന്നെയുള്ള അടുത്ത ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഞാനിവിടെ ആദ്യമായിട്ടാണ് ഈ ഒരു മലയാറ്റൂരിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ പോകുന്നത് കേട്ടോ. ഈ ഒരു വസ്തു ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഡ്രൈവിങ് തന്നെ നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ സാധിക്കുക എന്നാണ്. വളരെ നല്ല രസമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു പുഴ കാണാനായിട്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ ഈ മലയും എല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഇപ്പോൾ ഇവിടെയൊക്കെ റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ. അപ്പം ഞങ്ങളിതേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും പിള്ളേരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കുറേ നേരം അവിടെ നിന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ.
പിന്നെ ഇല്ലിത്തോടാണ് വരാൻ ഉദ്ദേശിച്ച സ്ഥലം, പക്ഷേ എന്നാൽ അവിടെ പോകാനും പറ്റിയില്ല. അവിടെ പോയപ്പോൾ എന്ന് വെച്ചാൽ ടൈമും വൈകിപ്പോയി കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്, നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ എല്ലാവരും ഞങ്ങൾ ഫാമിലി ആയിട്ട്, ഞാനും ഹസ്ബൻഡും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 പിള്ളേരും ഉണ്ട്. അപ്പോൾ അത് ഇവിടെ ബോട്ടിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം അങ്ങനെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ ഇതേ തിരിച്ച് ഇങ്ങനെ പോവുകയാണ്. കാരണം ഇല്ലിത്തോടിൻ്റെ ആ വശത്ത് ഇല്ലിത്തോട് എന്താണ്, അപ്പോൾ എനിക്കൊന്നും അങ്ങോട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പോവുകയാണ് കേട്ടോ. പോയിട്ട് വലിയ കാര്യം ഉണ്ടായില്ല, കാരണം അവിടെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതേ യാത്ര പോവാണ്.
അപ്പോൾ നമ്മളിത് ഈ ഒരു ഇക്കോ ടൂറിസം സെൻറ്ററിൽ ആണ് പോകാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇവിടെ വരാമെന്ന് വിചാരിച്ചു, പക്ഷേ 5 മണി വരെ ടൈം ഉണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ 8 AM to 5 PM വരെ ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് പോവാണ്, ഇപ്പോൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ദിവസത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പോൾ നല്ല രസമാണ്, കാരണം ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രസമാണ്. കാരണം ആ ഒരു കാട് സൈഡൊക്കെ നല്ല പച്ചപ്പും മരങ്ങളും എല്ലാമാണ്. അധികം വീടുകളൊന്നും അധികം നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇവിടെ ആനകളുടെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല മലയാറ്റൂർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിസിറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് മാത്രമേ പോയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കാരണം ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പള്ളിയുടെ പരിസരത്തൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ലൈറ്റുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു മാസങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉത്സവത്തിൻ്റെ സീസണാണല്ലോ. ഉത്സവം പള്ളിപ്പെരുന്നാളൊക്കെയുള്ള ഒരു സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ പടയണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ ആ പോയ ഒരു ടൈമിൽ പോണ വഴിക്ക് അതൊക്കെ കാണാൻ പറ്റി കേട്ടോ. അപ്പം എന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഓളെന്ന ഓപ്ഷനിലാക്കി ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഞാൻ നല്ല ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.